ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ക്രാഫ്റ്റ് കോഴ്സിലേക്ക് വേണ്ട മെറ്റീരിയലിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ കിറ്റിൽ ഉണ്ടാകുന്ന ഐറ്റംസ് ഫസ്റ്റ് വരുന്നത് ബൊക്കറ്റ് ഷീറ്റാണ്. 3 ബൊക്കറ്റ് ഷീറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പാറ്റേൺ പേപ്പർ, ഇത് 4 ഉണ്ടാവും കേട്ടോ. പാറ്റേൺ പേപ്പേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പിലും വരും, ഒരേപോലെ ഉള്ളത് ഉണ്ടാവും കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫോം ബോർഡാണ്. 4 ഫോം ബോർഡ് ഉണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് ഫ്ലവേഴ്സാണ്. നെക്സ്റ്റ് സ്റ്റിക്ക് ഉണ്ടാവും. ഫ്ലവേഴ്സ് 4 ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റിക്കും 4 ഉണ്ടാവും. ഒരു ഫ്ലെക്സ് ക്യൂക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മിനി ഫ്രെയിം. ഒത്തിരി ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ. ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് നമുക്ക് 780 രൂപ വരുന്നത്. അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ. ഹലോ, അപ്പോൾ ഇത് നമ്മുടെ ഫ്രീ ക്ലാസ്സിൻ്റെ സെക്കൻഡ് ക്ലാസ് ബോക്സ് മേക്കിംഗ് ആണ്. ബോക്സ് മേക്കിംഗ് ആവശ്യമായിട്ടുള്ള സാധനമാണ് പാറ്റേൺ പേപ്പർ, ഫോം ബോർഡ് 2 പീസസ് അടിച്ചിട്ടുള്ളത്. നിങ്ങൾ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും. പിന്നെ ഫ്ലെക്സ് ക്യൂക്ക് നമ്മൾ തൊട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പെൻസില്, സ്കെയില്, പെന്നൊക്കെ വേണം. പിന്നെ തെർമോക്കോൾ കട്ടർ. ഇത്രയും ഐറ്റംസ് ആണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മളൊരു ഫോം ബോർഡ് എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ വെക്കുന്നത് 4x4 ഫ്രെയിമും 2x2 ചെറിയ ഫ്രെയിമാണ് വെക്കുന്നത്. പിന്നെ 2 ഫ്ലവേഴ്സും. അത് വെച്ചിട്ട് എത്രത്തോളം നമുക്ക് വീതിയും ലെങ്ത്തും വേണമെന്നുള്ളൊരു മെഷർമെൻറ്റാണ് ഇപ്പോൾ എടുത്തത്. എന്നിട്ട് നമ്മൾ സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്തിട്ട് വീണ്ടും ഈ ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെക്കുക. കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ അത് വെച്ചെങ്കിലും ഒരു പൊടിക്ക് 0.5 സെൻറ്റിമീറ്റർ കൂട്ടിയെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറക്റ്റ് സെയിം സൈസ് എടുക്കുമ്പോൾ കുറച്ച് ഇതുണ്ടാവും, ടൈറ്റ് ഉണ്ടാവും. അതുകൊണ്ട് അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. താഴെയും ഇതുപോലെ തന്നെ 0.5 സെൻറ്റിമീറ്ററിൽ നമ്മൾ കൂടുതൽ എടുക്കാം. ഇതിൻ്റെ ലെങ്ത്തും വെടുത്തും ഞാൻ കറക്റ്റ് പറയാത്തത്, ഞാൻ വെക്കുന്ന ഐറ്റംസിൻ്റെ ലെങ്ത്തും വെടുത്തും അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഷർട്ടോ പെർഫ്യൂമോ ഒക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ ആ ഐറ്റംസ് വെച്ചിട്ട് വേണം നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ വെച്ച് മെഷർമെൻറ്റ് എടുത്തതുപോലെ തന്നെ നിങ്ങൾ ഷർട്ടും ആ പെർഫ്യൂമും വെച്ചിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത അതിന് ഫസ്റ്റത്തത് 21 സെൻറ്റിമീറ്റർ ലെങ്ത്തും 30 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ് വരുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്തേ കൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ കൂട്ടിയെടുത്തിട്ടുണ്ട്. സോ നമ്മൾ സാധനം വെക്കുമ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ആവണ്ട വെച്ചിട്ടാണ് ഞാൻ ആ 0.5 കൂടെ 1 സെൻറ്റിമീറ്റർ കഷ്ടി 1 സെൻറ്റിമീറ്ററും കൂടി കൂട്ടിയെടുത്തിട്ട് ഉള്ളത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ നമ്മൾ വെക്കുന്ന ഐറ്റംസിൽ ഫ്രെയിമും ഫ്ലവേഴ്സിലും ഫ്ലവറാണ് ഹൈറ്റ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് 4 സെൻറ്റിമീറ്ററാണ് വരുന്നത്. നമ്മുടെ ഫ്ലവറിൻ്റെ ഹൈറ്റ് ഞാൻ മെഷർ ചെയ്തപ്പോൾ 4 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ ആ 4 സെൻറ്റിമീറ്ററിൽ നമ്മൾ വിടുത്തെടുത്തിട്ട് സെയിം ലെങ്ത്ത് നമ്മൾ എത്രയാണോ വീതി നമ്മൾ ബോക്സിന് എടുത്തത് അത് ലെങ്ത്തായി കൊടുത്ത് ഫ്ലവറിൻ്റെ ഹൈറ്റ് വിഡ്ത്താക്കി കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് 4 സൈഡിലേക്കും സെയിം മെഷർമെൻറ്റിൽ എടുക്കുക. ഒരു സൈഡിൽ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഒരു സൈഡിൽ 13 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് ഒരു സൈഡിൽ വരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും 21 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് വരിക. അതിപ്പോൾ നിങ്ങൾ ഏതാണോ, ഇപ്പോൾ ഷർട്ടിന് ഇപ്പോൾ മാക്സിമം ഷർട്ടും പെർഫ്യൂമും ഒക്കെ വരുന്നെങ്കിൽ എന്തായാലും ഒരു 30 സെൻറ്റിമീറ്റേഴ്സിൻ്റെ അടുത്ത് വരും. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ എത്രയാണോ വിഡ്ത്തും ലെങ്ത്തും വരുന്നത് അത് എടുത്തിട്ട് ചെയ്യാം. ഹൈറ്റ് ഇതുപോലെ ആ ഒരു ഐറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റായിട്ട് ഇരിക്കുന്ന ഐറ്റം ഏതാണോ ആ ഐറ്റത്തിൻ്റെ
ഹൈറ്റ് എടുത്തിട്ട് അത് വിടുത്താക്കി കൊടുക്കാം. 4 സൈഡ്സിൽ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ വിടുത്ത് ആ ഒരു ഫ്ലവർ, ഇപ്പം ഞാനൊരു ഫ്ലവറിൻ്റെ ഹൈറ്റാണ് എടുത്തിട്ടുള്ളത്, ആ ഹൈറ്റിൽ 4 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. ആ 4 സെൻറ്റിമീറ്ററിൻ്റെ വിടുത്തായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ 21 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഒരു സൈഡിൽ 30 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് കൊടുത്തിട്ടുള്ളത്. വിഡ്ത്ത് കോമൺ ആയിട്ട് 4 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ 4 പീസസ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 4 പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്തെടുത്തത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബേസിലേക്ക് നമ്മൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ബേസ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും 21 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള പീസാണ് വെച്ച് ഒട്ടിക്കുന്നത്. ഞാൻ ഇന്ന ഏരിയയിൽ ഇന്നത് വേണമെന്നാണ് കാണിച്ചു തരുന്നത്. ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നത് ഔട്ട് ഓഫ് ബെറ്റർ. കാരണം കുട്ടികൾക്ക് ഇതിൻ്റെ ആ ഒരു ഗ്യാസ് അബ്സർവ് ചെയ്യുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് പാരൻസിനായാലും വലിയവർക്കായാലും ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് വന്നാൽ കണ്ണൊക്കെ എരിയും ഒക്കെ ചെയ്യും. എല്ലാവരും മക്കളെ മാറ്റി നിർത്താൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളൊരു ഭാഗം ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുക്കാം. നെക്സ്റ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ചതിൽ കോർണർ ജോയിൻ ചെയ്തിപ്പിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. എന്നിട്ട് ആ കോർണർ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. 2 പീസസും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ. എക്സസ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. കോർണർ ഒട്ടിച്ച് കൊടുത്താൽ അത് ഒന്നുകൂടി സ്ട്രോങ് ആവുള്ളൂ. അല്ലെങ്കിൽ അവിടെ ആ കോർണേഴ്സിലൊരു ഗ്യാപ്പ് വരാനുള്ള ചാൻസ് നല്ലതുണ്ട്. 3rd സൈഡിൽ വലിയ സൈസിൽ ഉള്ള ബോർഡാണ് വെച്ച് ഒട്ടിക്കുന്നത്. ഇനിയിപ്പം ഫോം ബോർഡ് കിട്ടാത്തവരുണ്ടെങ്കിൽ തസ്നി മാമിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 സൈഡും കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷൻ വേണമെന്നില്ല. കാരണം നമ്മൾ ഒരുപാട് വട്ടം ചെയ്യുമ്പോഴാണല്ലോ എന്തും പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ 4th സൈഡും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസ് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ബോക്സിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. എക്സസ് പോർഷൻസ് ഉള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ അതിൻ്റെ ടോപ്പ് ഭാഗമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ മേലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം. അതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോക്സ് താഴെ ബോർഡിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കാം. കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ നമുക്ക് വേണ്ട മെഷർമെൻറ്റ് അത് എടുക്കാം. 21 സെൻറ്റിമീറ്ററാണ് നമുക്ക് വേണ്ടത്. കാരണം ഞാൻ എടുത്തിട്ടുള്ള ബോക്സിന് 21 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത്. വീതി വരുന്നത് 13 സെൻറ്റിമീറ്ററും ആണല്ലോ. അപ്പോൾ 30 സെൻറ്റിമീറ്റർ നമ്മളെടുത്തതിൽ കൂടെ പ്ലസ് 4 സെൻറ്റിമീറ്ററും കൂടി എടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ബോക്സിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ കട്ടറിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നമ്മൾ ഈ 4 സെൻറ്റിമീറ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ ഭാഗം ത്തുള്ള മേൽഭാഗത്തെ കുറച്ച് ഭാഗം ഒന്നിങ്ങനെ ചുരണ്ടി കളഞ്ഞു കൊടുക്കാം. വീഡിയോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ 4 സെൻറ്റിമീറ്റർ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ചുരണ്ടിയ ഭാഗം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി ഫോൾഡ് ചെയ്യാൻ നോക്കിയാൽ ഫോം ബോർഡാണ്, നല്ല കട്ടിയുള്ള ബോർഡായതുകൊണ്ട് അത് ഫോൾഡ് ആവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുരണ്ടിയിട്ട് ഇങ്ങനെ കളയുക. ഓവറായിട്ട് നമ്മളെ ഫോം ബോർഡ് കംപ്ലീറ്റ് പൊട്ടുന്ന രീതിയിൽ ചെയ്യരുത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക.
അങ്ങനെ നമ്മൾ എല്ലാം ടോട്ടലി ആ ഒരു 1 സെൻറ്റിമീറ്ററോളം നമ്മളിത് ആക്കിയതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്കിങ്ങനെ ഫോൾഡായിട്ട് വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഈസി ആവും. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഫ്ലെക്സ് ക്ലിപ്പ് വെച്ച് നമ്മളിത് ഇനി ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഇനി ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ബാക്ക് സൈഡിൽ ഒരു സൈഡ് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിൽ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തിക്കിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഫോം ബോർഡ് കറക്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കൈമാവാണ്ട് ശ്രദ്ധിക്കണം, കാരണം കൈമായാൽ ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് കൈമേൽ വിളക്കാൻ പറ്റില്ല. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സ് ഇവിടെ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പാറ്റേൺ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പാറ്റേൺ പേപ്പർ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുത്ത് നോക്കുകയാണ്. ഫ്രെയിമും 2 ഫ്രെയിംസും ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സൈസിലല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പാറ്റേൺ പേപ്പറൊക്കെ വെച്ച് അത് കവർ ചെയ്ത് കൊടുക്കണം. പാറ്റേൺ പേപ്പർ ഞാനൊരു ന്യൂസ് പേപ്പർ പ്രിൻ്റ് പോലത്തെ ഒരു പാറ്റേൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റും ഇതുപോലെ ബോക്സ് വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. 30 സെൻറ്റിമീറ്റർ വിഡ്ത്തും 21 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ നമ്മൾ എടുത്ത സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് 4 സൈഡ്സിലും നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ഇത് സെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയും കാണിക്കുന്നുണ്ട്. ഈ ബോക്സിൽ ആ ഫ്രെയിംസ് സെറ്റ് ചെയ്യുന്ന മെത്തേഡും കൂടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒട്ടിച്ചതിന് ശേഷം മാത്രം എക്സസ് ഉള്ളതൊക്കെ കട്ട് ചെയ്യുക. കാരണം ചിലപ്പോൾ നമ്മൾ ഇത്ര എക്സസ് ഉണ്ടല്ലോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും ഭാഗം ഒട്ടിക്കാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുക്കും. അതുകൊണ്ടാണ്. പിന്നെ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ എടുത്ത് 21 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 പീസസ് നേരത്തെ നമ്മൾ ഫോം ബോർഡ് കട്ട് ചെയ്തതുപോലെ തന്നെ സെയിം 4 പീസസ് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പീസ് 2 പീസ് 4 സെൻറ്റിമീറ്ററും 21 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും ഒന്ന് 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും 13 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഫോം ബോർഡുമേ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോക്സുമേ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫ്ലെക്സ് ക്യൂക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. മറ്റുള്ളതൊക്കെ യൂസ് ചെയ്താൽ ഒട്ടി നിൽക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് വിട്ട് വരും. അതുകൊണ്ട് ഫ്ലെക്സ് ക്യൂക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോം ബോർഡുമേ ഇതെല്ലാതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡ്സ് എല്ലാതും 4 സൈഡ്സും ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ റിബൺ വെച്ച് നിങ്ങൾക്ക് റിബൺ കെട്ടുന്ന ഒരു പോർഷന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാറ്റേൺ പേപ്പർ ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ ഉള്ളിലായിട്ട് റിബൺ കൊടുക്കുക. പിന്നെ താഴ്ഭാഗത്തും റിബൺ കൊടുക്കുക. അത് ഞാൻ ലാസ്റ്റിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ 4 സൈഡ്സിലും നമ്മൾ കംപ്ലീറ്റ് പാറ്റേൺ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോക്സ് മേക്കിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ബോക്സ്. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു 360 അല്ലെങ്കിൽ ഒരു 400 റേഞ്ചിലൊക്കെ റേറ്റ് വരുന്ന ഒരു സാധനം നമുക്ക് വെറും 200 രൂപയുടെ ചിലവിൽ നമുക്കിത് ചെയ്യാം. 200 രൂപ പറയുമ്പോൾ ഫോം ബോർഡിന് 120 രൂപയും 4 പീസസിന് 120 രൂപയും പിന്നെ പാറ്റേൺ പേപ്പർ ഒന്നിന് 15 രൂപയാണ് വരുന്നത്. നമുക്ക് സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി അതിൽ വെക്കാനുള്ള
ഐറ്റംസ് വെച്ചിട്ട് ഒരു തെർമോക്കോൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ്ലി അതിൽ ഫിക്സ് ചെയ്തിട്ട് ഫ്ലവർ വെക്കുമ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാൻ കഴിയില്ല. കാരണം ക്ലോസ് ചെയ്യാൻ കഴിയാത്തത് ഫ്ലവർ പൊന്തി നിൽക്കുന്നത് കൊണ്ട് നമുക്കത് ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഫ്ലവറിൻ്റെ ഏരിയ കട്ട് ചെയ്തിട്ട് അത് ഒന്നും കൂടി ചെറിയ കട്ടിയുള്ള തിന്നായിട്ടുള്ള തെർമോക്കോൾ വെച്ചിട്ട് ഫ്ലവറിൻ്റെ ആ ഭാഗത്ത് ആ തെർമോക്കോൾ വെച്ചിട്ട് ആ പോർഷനിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്താൽ കറക്റ്റ് ഹൈറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോക്സ് മേക്കിങ്. ഇനി റിബൺ ഒട്ടിച്ചതിന് ശേഷമുള്ളൊരു ലുക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ മേൽഭാഗത്ത് ടോപ്പിൻ്റെ ഭാഗത്ത് ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുക. ദെൻ നമ്മളെ താഴ്ഭാഗത്ത് ഈ ഒരു സൈഡിൽ താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ ബോക്സിൻ്റെ. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹലോ, ഇനി ഫ്രീ ക്ലാസ്സിന് തേർഡ് ക്ലാസ്സായ ഫ്രെയിം സെറ്റിങ്സ് ആണ്. ജസ്റ്റ് ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്, 4x4 സൈസിലുള്ള ഫ്രെയിം. അതിലേക്കുള്ള ഫോട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് 4x4 സൈസിലാണ് പ്രിൻ്റ് എടുത്തിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രെയിം എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ആണി വരും. അതിങ്ങനെ നമ്മൾ തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ ആ ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലുള്ള പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ ഫ്രെയിമിൽ വെച്ച് കൊടുക്കാം. ഈ ഗ്ലാസ് ഫ്രെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 4x4 സൈസിൽ പ്രിൻ്റ് എടുത്ത ആ ഫോട്ടോ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്ക് സൈഡിൽ വരുന്ന ആ ബോർഡും വെച്ച് കൊടുക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന ഒരു ഐറ്റവും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഫ്രെയിം. ഇനി നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിൽ ഒന്നെങ്കിൽ ബ്ലാക്ക് ടാപ്പ് ഒട്ടിക്കുക, അല്ലെങ്കിൽ ബ്രൗണ്, അല്ലെങ്കിൽ ട്രാൻസ്പാരൻറ്റ് ടൈപ്പ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. 4 സൈഡിലും കറക്റ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫോർ ഇൻറ്റു 4 സൈസ് ഫ്രെയിം ആവുമ്പോൾ നമുക്ക് 4x4 സൈസിൽ പ്രിൻ്റ് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എടുത്ത ഫ്രെയിം 4x4 സൈസ് ഫ്രെയിമാണ്. അതുകൊണ്ട് ഞാൻ 4x4 സൈസിലാണ് ഫ്രെയിമിനുള്ള പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. പ്രിൻ്റ് എടുത്തത് ഗ്ലോസി ടൈപ്പ് പ്രിൻ്റാണ്. ഗ്ലോസി ടൈപ്പ് പ്രിൻ്റ് എല്ലാ പ്രിൻ്റ് ഷോപ്പിലും അവൈലബിൾ ആവണമെന്നില്ല. നമ്മുടെ ഈ ട്രോഫി അങ്ങനത്തെ ഐറ്റംസൊക്കെ പ്രിൻ്റ് ചെയ്യുന്നതും ഫ്ലെക്സൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന ആ ഷോപ്പിലാണ് മെയിനായിട്ട് നമുക്ക് റേറ്റ് കുറവിൽ കിട്ടാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ് ഫ്രെയിം വർക്ക്. ഇനിയിപ്പോൾ പല സൈസ് ഫ്രെയിംസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് സൈസ് ഫ്രെയിമാണോ വേണ്ടത് ആ സൈസ് ഫ്രെയിം അതിനനുസരിച്ച് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. പോക്കറ്റ് മേക്കിംഗ് ആണ്. ഫസ്റ്റ് പോക്കറ്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള 3 ഫ്ലവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിക്കാറ്റ്, പിന്നെ സ്റ്റിക്ക്. അപ്പോൾ ഇനി നമ്മൾ കിക്കാറ്റ് എങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. കിക്കാറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു റാപ്പിൻ്റെ ബാലൻസ് പോർഷൻ കാണുമല്ലോ, ബ്ലാക്ക് കളർ ആകുമ്പോഴാലോ ഇതൊക്കെ റേറ്റൊക്കെ ഉണ്ടാവുക. അതിൻ്റെ മേലെ അടിയിലായിട്ട് സ്റ്റിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം സെല്ലോ ടാപ്പ് എടുത്ത് അതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സെല്ലോ ടാപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം, കാരണം എന്തെങ്കിലും ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ സെല്ലോ ടാപ്പ് കറക്റ്റ് ലെങ്ത്തിന് വെട്ടി കുറച്ച് വലിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ മെയിൽ പോർഷന് ഈ സ്റ്റിക്കിനെ കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് എല്ലാത്തിൻ്റെതും
അങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ ഏത് സ്വീറ്റ്സാണ് ചോക്ലേറ്റ്സ് ഏതാണെങ്കിലും ഇങ്ങനെയാണ് ഒട്ടിക്കുക. ഇനിയിപ്പോൾ ഫെറാറോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ടാപ്പ് യൂസ് ചെയ്യില്ല. ജസ്റ്റ് ഈ സ്റ്റിക്ക് മേലേക്ക് സ്റ്റിക്ക് ജസ്റ്റ് മുട്ടായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുള്ളൂ, കുത്തി കൊടുക്കുള്ളൂ. ഞാൻ തെർമോക്കോളിലാണ് ചെയ്യുന്നത്. തെർമോക്കോളിൻ്റെ മേലെ നമ്മളിങ്ങനെ കറക്റ്റ് ലെയറിൽ ഇത് സ്വീറ്റ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് എല്ലാ സ്വീറ്റ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമുക്കിപ്പം ബാക്കിൽ 5 6 അങ്ങനെ എത്ര വേണോ അത്ര നമ്മൾ ബാക്കിൽ കൂടുതൽ സ്വീറ്റ്സും ബാക്കിലും അതിൻ്റെ കുറച്ച് സെക്കൻഡ് പിന്നെ അതിൻ്റെ കുറച്ച് തേർഡ് അങ്ങനെ ആയിട്ട് വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ. അപ്പം ഇതിൽ 5 എണ്ണമാണ് ബാക്കിൽ കൊടുക്കുന്നത്, 4 എണ്ണം താഴ്ഭാഗത്ത് ഒരു സെക്കൻഡ് ലെയറിൽ കൊടുക്കുകയാണ്. കറക്റ്റ് എല്ലാതും ഒരേ സൈസിലാക്കി വെക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയറിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ താഴേക്ക് മെല്ലെ ഇറക്കി വെക്കുക. കറക്റ്റ് സൈസിന് തന്നെ കിട്ടണം. നമുക്ക് കുറച്ച് ലെങ്ത് കുറവിലാണ് കിട്ടേണ്ടത്. മറ്റേ കിക്കാറ്റ് കാണിയും വേണം, ഇത് രണ്ടാമത്തതും കാണണം. ബാക്കിയിട്ടത് ജസ്റ്റ് ഇങ്ങനെ ലെയർ പോലെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഫ്ലവറും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്ലവർ നമ്മൾ കുറച്ച് ഹൈറ്റ് കുറവിലാണ് വെക്കുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ അടിയിൽ ജിപ്സം വെക്കുന്നുണ്ട്, ലാസ്റ്റാണ് വെക്കുക. നമ്മൾ ചോക്ലേറ്റ്സ് വെക്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ്സ് ഇങ്ങനെ വെക്കുക ഫ്ലവറിൽ. ഇനി നമുക്ക് ബൊക്കെ ഷീറ്റ് എടുത്ത് ഇതാക്കാം. നമ്മൾ ഫസ്റ്റ് സെൻറ്റർ മടക്കിയതിന് ശേഷം താഴ്ഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗം മാത്രം മടക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഫോൾഡ് ചെയ്തത് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനെ വീണ്ടും സെൻറ്റർ ആക്കിയിട്ട് പാർട്ടീഷൻ ചെയ്യുക. അപ്പോൾ അത് 2 പീസായിട്ട് മാറും. നമ്മൾ ഒരു വലിയ ബൊക്കെ ഷീറ്റ് എടുത്ത് അത് സെൻറ്ററായിട്ട് മടക്കിയതിന് ശേഷം താഴ്ന്ന് കുറച്ച് ഭാഗം മേലോട്ട് മടക്കിയിട്ട് അത് കട്ട് ചെയ്ത് അതിനെ വീണ്ടും സെൻറ്റർ ആക്കിയതിന് ശേഷം അത് മാറ്റി വെച്ച് വലിയ ബൊക്കെ ഷീറ്റ് എടുത്തിട്ട് ഒരു എഡ്ജിൽ നിന്ന് മറ്റേ എഡ്ജിലേക്ക് പിന്നെ ഫോൾഡ് ചെയ്ത് വെക്കാം. 2 സൈഡും അങ്ങനെ തന്നെ ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ സൈഡ് ഇതാക്കുമ്പോൾ ഒരു ചെറിയ മടക്ക് ആദ്യം കൊടുത്തിട്ട് അതിൻ്റെ മേലെ അതിൻ്റെ ശേഷം വേണം ബാക്കി മറ്റേ ഭാഗം നോർമലി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ആക്കിയിട്ട് വേണം. അങ്ങനെ സൈഡിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഷീറ്റ് ക്രോസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുത്താൽ കറക്റ്റ് സൈസ് നിൽക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തെർമോക്കോള് ഇതിൽ നമ്മൾ ഫിക്സ് ചെയ്തത് വെച്ച് കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ വെച്ചത് കറക്റ്റാണ്. ഇനി ടാപ്പ് ഫസ്റ്റ് കറക്റ്റാണെന്ന് കണ്ടാൽ നമുക്കിനി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്ക് സൈഡിൽ ഒരു ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നമ്മൾ ഫോൾഡ് ചെയ്ത എല്ലാ ഭാഗങ്ങളും ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ഇതുപോലെ തന്നെ സെയിം ബൊക്കെ ഷീറ്റ് എടുക്കുക. സെയിം താഴ്ന്ന മേപ്പിട്ട് മടക്കിയതിന് ശേഷം അത് കട്ട് ചെയ്ത് കൊടുക്കാം. അത് വീണ്ടും സെൻറ്റർ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഈ വലിയ ഷീറ്റിനെ സെൻറ്ററാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളാകെ ഈ വലിയ ഷീറ്റിനെ സെൻറ്ററാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളാകെ 2 പോക്കറ്റ് ഷീറ്റ് മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ. ഈ 2 എണ്ണമായത് വലുതെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ടാപ്പ് ഇട്ടിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേതും ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഇതിന് റബ്ബർ ബാൻഡ് ഇടുന്നത് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ സൈഡിലായിട്ട് 2 അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം, ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ച പോർഷൻ എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇടാണ്. ആ ഫ്ലവറൊക്കെ നമ്മൾ തന്നെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ കംപ്ലീറ്റ് 3 ഫ്ലവറും പുറത്തേക്ക് കാണുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മറ്റേത് 2 വെച്ചിട്ട് റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യാം. ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഇളക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ് ഒന്നിൻ്റെ മേലായിട്ട് നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് സ്റ്റിക്കായിട്ട് നിൽക്കും. നെക്സ്റ്റ് പാർട്ട് വെക്കുക. കറക്റ്റ് സൈസ് ചെയ്ത് വെച്ചതിന് ശേഷം അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2 കൂടി ഒപ്പാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. റബ്ബർ ബാൻഡ് എല്ലാം ഇടുന്നത് അതാണ് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് യൂസ് ചെയ്യാം. തെർമാക്കോളിലൊക്കെ ടാപ്പ് കറക്റ്റ് ORCയിലും തെർമാക്കോളിലൊക്കെ ടാപ്പ് കറക്റ്റ് നിൽക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത്. റബ്ബർ ബാൻഡ് കറക്റ്റ് വെച്ചു. ഇനി നമ്മൾ ഈ ഫ്രണ്ടിലത്തെ വൈറ്റ് പോർഷന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ഉള്ള ആ 4 ഷീറ്റുകളും ഇങ്ങനെ പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഞെറിവെടുക്കാം. നമ്മൾ ഈ പേപ്പർ കൊണ്ടൊക്കെ വീശിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഞെറിയെടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നല്ല
ഏറ്റവും റിസ്ക് പോക്കറ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും റിസ്ക് ഈ ഫ്രണ്ട് പോർഷന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടാപ്പ് ചെയ്ത് കൊടുക്കുക, മറ്റേ ഭാഗത്തേക്കായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള പീസസും ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നെറി പോലെ ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടിയും ടൈറ്റായിട്ട് നിൽക്കും. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് തെർമോക്കോളിന് സ്റ്റാൻഡായിട്ട് നിൽക്കും. അതാകുമ്പോൾ ഊരിപ്പോരൊന്നും ചെയ്യില്ല. പിന്നെ ബാലൻസ് വന്ന് രണ്ട് പീസ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത വലിയ ഷീറ്റുകൾ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ റബ്ബർ ബാൻഡ് കാണാത്ത രീതിയിൽ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഉള്ളിൽ ജിപ്സം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. ഇത്രയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. റിബണ് നമുക്ക് ആ റബ്ബർ ബാൻഡ് മറയുന്ന രീതിയിൽ തന്നെ കെട്ടിക്കൊടുക്കുക. റിബണ് കംപ്ലീറ്റും ആ റബ്ബർ ബാൻഡ് ഹൈഡ് ചെയ്തിട്ടുണ്ടാവണം. അതിന് നമുക്ക് ഇഷ്ടമുള്ള കളറ് കെട്ടിക്കൊടുക്കാം. ഞാൻ ജസ്റ്റ് റെഡ് കളറാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ബാലൻസ് വെച്ച സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഞെറിവെടുക്കാം. നമ്മൾ ഈ പേപ്പർ കൊണ്ടൊക്കെ വീശിയത് വെക്കുന്നുണ്ടല്ലോ, അതുപോലെ ഞെറിയെടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നല്ല ഏറ്റവും റിസ്ക് പോക്കറ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും റിസ്ക് ഈ ഫ്രണ്ട് പോർഷന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടാപ്പ് ചെയ്ത് കൊടുക്കുക, മറ്റേ ഭാഗത്തേക്കായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള പീസസും ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നെറി പോലെ ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടിയും ടൈറ്റായിട്ട് നിൽക്കും. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് തെർമോക്കോളിന് സ്റ്റാൻഡായിട്ട് നിൽക്കും. അതാകുമ്പോൾ ഊരിപ്പോരൊന്നും ചെയ്യില്ല. പിന്നെ ബാലൻസ് വന്ന് രണ്ട് പീസ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത വലിയ ഷീറ്റുകൾ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമ്മൾ ഈ റബ്ബർ ബാൻഡ് കാണാത്ത രീതിയിൽ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക, പിന്നെ ഉള്ളിൽ ജിപ്സം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. ഇത്രയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. റിബണ് നമുക്ക് ആ റബ്ബർ ബാൻഡ് മറയുന്ന രീതിയിൽ തന്നെ കെട്ടി കൊടുക്കുക. റിബണ് കംപ്ലീറ്റും ആ റബ്ബർ ബാൻഡ് ഹൈഡ് ചെയ്തിട്ടുണ്ടാവണം. അതിന് നമുക്ക് ഇഷ്ടമുള്ള കളറ് കെട്ടിക്കൊടുക്കാം. ഞാൻ ജസ്റ്റ് റെഡ് കളറാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ബാലൻസ് വെച്ച സ്ഥലത്ത് ജിപ്സം ഫ്ലവർ വെച്ച് കൊടുത്താൽ നമ്മളെ ബൊക്ക മേക്കിങ് അവസാനിക്കും. അപ്പോൾ നമുക്ക് ഇനി ജിപ്സം എല്ലായിടത്തും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചോക്ലേറ്റ് പോക്കറ്റ് ഉണ്ടാക്കൽ. ക്ലാസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ വല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഗ്രൂപ്പിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടി കാണിക്കണ്ട, എന്തായാലും ചോദിക്കാം കേട്ടോ. നമ്മുടെ ക്ലാസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള ബൊക്കൻ്റെ അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫോൾഡിങ് ലൈനാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെ പേപ്പർ. ഇപ്പോൾ നമ്മളിലുള്ളത് വലിയൊരു ബൊക്ക ഷീറ്റ്. ഇപ്പോൾ ഏത് ബൊക്ക ഷീറ്റ് അല്ല, ഇത് ജസ്റ്റ് ഇതൊരു പേപ്പറാണ്. ഇതും പേപ്പറാണ്. ഈ ഒരു പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് സെൻറ്റർ വെച്ച് കട്ട് ചെയ്യാം. ഇത് നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കത്രിക വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പീസ് എടുത്തിട്ട് അത് ഇങ്ങനെ കുറച്ച് ഭാഗം ഈ ഒരു ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്യണേ. ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. സെയിം തന്നെ ഈ ഒരു പോർഷനിലും നമ്മൾ ഹാഫ് ആക്കിയിട്ടുള്ളതിനും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് കൊടുത്ത പീസ് ഈ താഴ്ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ താഴ്ന്ന് ഈ പോർഷനിൽ ഇങ്ങനെ പിന്നീക്ക് ഇതാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതേപോലെ തന്നെ താഴ്ന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ എന്തിലാണോ ചെയ്യുന്നത് ആ ഒരു ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ സെയിം കട്ട് ചെയ്ത് വെച്ചത് ഇതേപോലെ തന്നെ രണ്ട് ഭാഗമല്ല വലുതാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ. ഞാൻ ഇപ്പോൾ ഉള്ളത് വെച്ച് ചെയ്യാണ്. എന്നിട്ട് ഇങ്ങനെ ഈ പോർഷനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റ് പേപ്പേഴ്സും ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. അങ്ങനെ നമുക്ക് എത്രത്തോളം ലെയർ വേണോ
അത്ര ലെയറോളം നമ്മൾ എത്ര ലെയറാണോ വേണ്ടത് അത്രയും ലെയർ നമ്മൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തതിൽ ഈ ബാലൻസ് വരുന്ന പോർഷന് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് അത് ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് രണ്ട് ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്യണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് കെട്ടി കൊടുക്കുക. അങ്ങനെ കെട്ടി കൊടുത്താൽ റിബൺ വെച്ച് കെട്ടി കൊടുത്താൽ ഒക്കെ റെഡിയാവും. ഇതിപ്പോൾ ചെറിയ മിനി സൈസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് നിങ്ങൾ വലിയ വലിയ സൈസസ്, ഇപ്പോൾ നമ്മൾ വലിയ പോക്കറ്റ് ഷീറ്റാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ മിനിയാണ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിനി വെച്ചിട്ട് ചെയ്ത് ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്തതാണ്. ഒരു പേപ്പറും ഒരു ഫ്ലവറും വെച്ച് ചെയ്തതാണ്. വേറെ ഇതിന് കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല, ജസ്റ്റ് ഉള്ളത് വെച്ച് ചെയ്തതാണ്. അപ്പം ഇതിൽ ഓരോ ലെയർ ഇതാക്കുമ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം ലാസ്റ്റ് വരുമ്പോൾ ഇതെല്ലാതും കൂടിയിട്ട് ഇതാക്കാം. റബ്ബർ ബാൻഡ് വെച്ചിട്ട് തന്നെ കെട്ടിയതിന് ശേഷം അതിൻ്റെ മേലെ റിബൺ കെട്ടി കൊടുക്കുക. ഇങ്ങനെയാണ് പൊക്കെ ചെയ്യുക. ഇനിയിപ്പോൾ 4 ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ വലിപ്പം കൂടും. അപ്പോൾ ഫ്ലവറിൻ്റെ ഇത് 4 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നെങ്കിൽ നിങ്ങളതിൽ സ്പോഞ്ച്, ഇപ്പോൾ കിറ്റ് വാങ്ങിച്ചവരാണെങ്കിൽ സ്പോഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ തെർമോക്കോളില്ലേ, തെർമോക്കോളിമേ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് സൈസിൽ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണേ. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.